പത്രമാധ്യമങ്ങളിൽ വരുന്നുണ്ട് അത് തെറ്റാണ്, അങ്ങനെ മീൻ പിടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അത് കുറെ പേര് ചൂണ്ട വിൽക്കുന്നവരുണ്ട്, അത് മറ്റേ ഇതുണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇത് പിടിക്കണ്ടേ എന്നുള്ളതാണ്. അപ്പൊ ഏത് തരത്തിലുള്ള മീനുകളാണ് പിടിക്കാൻ പാടുള്ളത്, ഏത് തരത്തിൽ വർഷക്കാലം ആവാറായി, അപ്പൊ എങ്ങനെയാണ് പിടിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മുടെ കേരളത്തില് മെയ് ജൂൺ മാസങ്ങള് മത്സ്യങ്ങളും മുട്ടയിടണ, ഉൾനാടൻ മത്സ്യങ്ങളും മുട്ടയിടണ സമയമാണ്. അപ്പൊ ആ സമയങ്ങളിൽ നമ്മള് ഊട്ടമീൻ പിടുത്തം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട്. നിറവയറുമായിട്ട് മത്സ്യങ്ങള് പ്രജനനത്തിനായിട്ട് വരുന്ന സമയമാണ് ഈ മൺസൂൺ മഴക്കാലം. അവര് ആ സമയത്ത് പിടിച്ചാല് നമുക്ക് പിന്നീട് നമ്മുടെ മത്സ്യലഭ്യത കുറയും. അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. അപ്പൊ മത്സ്യ തൊഴിലാളികളെല്ലാവരും ഇതേക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ഈ സമയത്ത് അവർ രക്ഷപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത തലമുറയിൽ നിന്നും മത്സ്യങ്ങൾ ധാരാളം ലഭിക്കുകയുള്ളൂ. ഊട്ടമീൻ പിടുത്തം നമ്മുടെ കേരള ഇൻലാൻഡ് ഫിഷറീസ് അക്വാകൾച്ചർ ആക്ട് പ്രകാരം നിരോധിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതുപോലെ നിരോധിച്ച വലകൾ ഉപയോഗിക്കാൻ പാടില്ല, മറ്റ് പോർട്ടബിൾ അങ്ങനെ മറ്റ് വിനാശകരമായ രീതിയിലോ പിന്നെ നമ്മൾ വിവിധ വിഷപദാർത്ഥങ്ങൾ കലക്കുക അങ്ങനെയൊന്നും പാടില്ല. അങ്ങനെയൊക്കെ നമ്മൾ മൊത്തം മത്സ്യങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് ഇതൊന്നും ലഭ്യമല്ലാതെ വരും. നമ്മുടെ പ്രകൃതിക്ക് തന്നെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ സംജാതമാകുന്നുണ്ട്. നമ്മളതിന് വേണ്ടിയിട്ട് നമ്മുടെ തൃശ്ശൂർ ഫിഷറീസ് വകുപ്പ് ഇൻലാൻഡ് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. നമ്മളെ തോടുകൾ തടസ്സപ്പെടുത്തിയിട്ടുള്ള മീൻപിടുത്തൊക്കെ ആ വലകളൊക്കെ നമ്മളത് നീക്കം ചെയ്യും, പിഴ ഈടാക്കുന്നുണ്ട്, ജയിൽവാസം വരെ നമ്മുടെ ആക്ടിൽ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാ മത്സ്യത്തൊഴിലാളികളും മറ്റുള്ളവരും ശ്രദ്ധിക്കണം.